സമൂജ്യായ അമ്മയ്ക്ക് ഇന്ന് 72 വയസ്സ് തികയാണ്. മാനവസേവ, മാധവസേവ, അങ്ങനെ ഇവിടുത്തെ ദാരിദ്ര്യവും ദുരിതവും ദുഃഖവും അനുഭവിക്കുന്ന ലോകത്തിലെ പാവങ്ങൾക്ക് വേണ്ടിയിട്ട്, കേരളത്തിലല്ല, ഇന്ത്യയിൽ നിന്നല്ല, ലോകമെമ്പാടുമുള്ള പാവങ്ങൾക്ക് വേണ്ടി ഒരുപാട് കർമ്മവും അമ്മ ചെയ്യുന്നു. അതിലൂടെ വീടില്ലാത്തവർക്ക് വീട്, വിദ്യാഭ്യാസം, അങ്ങനെ ചെയ്യാവുന്ന ഒരുപാട് കർമ്മങ്ങൾ ലോകമെമ്പാടും ചേർന്നിരിക്കുന്ന ബഹുമാന്യായ അമ്മയ്ക്ക് ഇനിയും ദീർഘനാൾ കൂടുതൽ കർമ്മം ചെയ്യാനും പാവങ്ങളുടെ കണ്ണീരൊപ്പാൻ, അതിലൂടെ ഒരുപാട് ജനങ്ങൾക്ക് സഹായവും സഹകരണവും ഉയർച്ചയും എല്ലാം ഉണ്ടാകുവാൻ ഉള്ള അവസരം ദൈവം കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. രാഷ്ട്രസഭയിൽ മലയാളത്തിൽ പ്രസംഗിച്ചതിൻ്റെ രജത ജൂബിലി കൂടിയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സർക്കാർ അംഗീകാരം കൂടി എത്തിയിരുന്നു. പ്രത്യേകിച്ചും മലയാളത്തിൽ ഇവിടെ പോയി പ്രസംഗിച്ച ഐക്യരാഷ്ട്രസഭയിൽ പ്രത്യേകിച്ച് നമുക്ക് അഭിമാനിക്കാം. കേരളത്തിൽ നിന്ന് ഐക്യരാഷ്ട്രസഭയിൽ മലയാളത്തിൽ പ്രസംഗിക്കാൻ കേരളത്തിലുള്ള നമ്മുടെ അമ്മയ്ക്ക് സാധിച്ചു എന്നുള്ളത് മലയാളികളായ എല്ലാവർക്കും അഭിമാനിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെയാണെങ്കിൽ പോലും കേരള ഗവൺമെൻറ് വൈകിയാണെങ്കിലും വന്ന് ആദരിക്കാനുള്ള വലിയ മനസ്സ് കാണിച്ചു. വൈകിപ്പോയി എന്നുള്ള ആക്ഷേപം എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അത് പറയുമ്പോൾ അത് ഞാൻ ഒരു കടത്തി പറഞ്ഞൊന്നും വിചാരിക്കില്ല. അമ്മയെ അംഗീകരിക്കേണ്ട സമയങ്ങൾ വളരെ കഴിഞ്ഞു പോയി. വൈകിയാണെങ്കിലും വന്ന് സാംസ്കാരിക വകുപ്പിൽ മിസ്റ്റർ സജി ചെറിയാൻ വളരെ ഭംഗിയായിട്ട് വന്നു. വളരെ ഭംഗിയായിട്ട് ആ ചടങ്ങ് നടത്തി. ഞാൻ ടി വിയിൽ കണ്ടു. അതിൽ പ്രത്യേകിച്ച് കേരള ഗവൺമെൻറ്റിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. അമ്മയെ മനസ്സിലാക്കാനും അമ്മയുടെ കർമ്മങ്ങൾ ചെയ്യാനും ചെയ്യുന്നത് എന്താണെന്ന് മനസ്സിലാക്കാനും വൈകിയെങ്കിലും മനസ്സിലാക്കി അത് അംഗീകരിക്കാനുള്ള വലിയ മനസ്സ് കാണിച്ചു എങ്കിൽ നമുക്ക് അതിനും കേരള ഗവൺമെൻറ്റിനെ വൈകിയെങ്കിലും ഉണ്ടായ വിവേകത്തിന് അഭിനന്ദിക്കുന്നു.